അടുത്ത കവിതയിലേക്കല്ലേ രവിയേട്ട നമ്മള് പോവേണ്ടത്? അവിടുത്തെ നമ്മുടെ കവിത. നമസ്കാരം. നമസ്കാരം. നമ്മളുടെ അടുത്ത കവിത കവിയും നിരൂപകനും. കവിയുടെ കവിതകൾ ഒരുപാട് പേര് പലതരത്തിലും വിമർശിച്ചിട്ടുണ്ട്. കുഞ്ഞിരാമൻ നായരുടെ കവിതയിൽ മനുഷ്യരില്ല, പ്രകൃതി മാത്രമേ ഉള്ളൂ ഒരു പരാതി. അദ്ദേഹം പഴഞ്ചൻ കവിയാണ് വേറൊരു പരാതി. അദ്ദേഹം പഴമയെക്കുറിച്ചൊക്കെയാണ് എഴുതുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള പരാതി. ശ്രദ്ധിക്കപ്പെടാതെ ഒരുപാട് മാനസിക സംഘർഷം ഒരുപാട് മാനസിക സംഘർഷം അനുഭവിച്ച കവിയാണ് കുഞ്ഞിരാമൻ നായർ. നിരൂപന്മാരൊക്കെ അദ്ദേഹത്തിന് വളരെ ശക്തമായിട്ട് എതിർത്തിരുന്നു. പഴഞ്ചൻ ആശയമാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. ഒരിക്കലും മുണ്ടശ്ശേരി മാഷ്, അദ്ദേഹം പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നല്ലോ നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹം നല്ല കുട്ടികൃഷ്ണമാരാജും ജോസഫ് മുണ്ടശ്ശേരിയൊക്കെ മലയാളത്തിലെ നല്ല നിരൂപകന്മാരാണ്. അദ്ദേഹം ഒരിക്കലും ഒരു കവിതയെ സ്പർശിച്ചിട്ട് ഏതാണ്ടോ ഒരു ഇത് കൊടുത്തു. അതെ, കുറ്റം പറഞ്ഞു. അതിനുത്തരമായിട്ട് കവി അടുത്ത ആഴ്ച തന്നെ മാതൃഭൂമി ആഴ്ചയിൽ ഒരു കവിത വന്നു. ആ കവിതയുടെ തലക്കെട്ട് രക്തമണ്ഡലി എന്നാണ്. രക്തമണ്ഡലി അത്ര ദേഷ്യം കവിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റില്ല. ആരും ഒരാൾ പറഞ്ഞാലും നീക്കൂല. അതായത് തൻ്റെ അഭിമാനത്തിന് ചോദ്യം ചെയ്യുന്ന എന്തെങ്കിലും വന്നാൽ, ഞാനൊരിക്കൽ ഒരു പുസ്തകത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, മുമ്പൊരിക്കൽ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ അത് വലിയ കോളികളൊക്കെ ഉണ്ടാകും, ബഹളം ഉണ്ടാക്കിയത്. പിന്നെ കെട്ടടങ്ങി അവർ ഉറ്റ സുഹൃത്തുക്കളായി. കവിയുടെ ഷഷ്ടിപൂർത്തിക്ക് 1966 അദ്ദേഹം കാഞ്ഞങ്ങാടേക്ക് വന്ന് പ്രസവിച്ചു. അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞ് എനിക്ക് ആദ്യം കുഞ്ഞിരാമൻ നായർ അമ്മേനെ കാണണം. അങ്ങനെ അമ്മേനെ കാണാൻ വേണ്ടി മടത്തോളിപ്പ് വീട്ടിലേക്കൊക്കെ വന്നു. അവസാനം അദ്ദേഹം മരിക്കാറാകുമ്പോൾ കവി അദ്ദേഹത്തെ കാണാൻ പോയി. അവര് കെട്ടിപ്പിടിച്ചു, കറിയൊക്കെ. അവര് വളരെ ഉറ്റ ഇതായിരുന്നു. അദ്ദേഹം ആ ഒരു കവിതയാണ് നമ്മൾ ഇന്ന് കവിയും നിരൂപകനും. പൊന്നിളമാനിൻ മുന്നിൽ ചെന്നതിൻ സ്വതസിദ്ധ സൗന്ദര്യം സഹിക്കാതെ ചെന്നായയുടെ മട്ടിൽ അമൃതാനന്ദമയവിറക്കും കവീന്ദ്രനോടലറി നിരൂപകൻ സംഹരിക്കും ഞാൻ നിന്നെ. ഘനകാനന കുന്തപുഷ്പമായി വേഷം മാറി കനിവാൽ കവിയോതി സംഹരിച്ചുകൊള്ളുകന്നെ. ഇങ്ങനെ ഒരു സംവാദം വേണം. നിങ്ങൾ തന്നെ പാടിയാൽ അതിന്റെ ഒരു ഭംഗി എനിക്ക് നോക്കിയിട്ട് വായിക്കാൻ പറ്റുന്നില്ല, കണ്ടില്ല. അതാണ് പൊന്നിളമാനിൻ മുമ്പിൽ ചെന്നതിൻ സ്വതസിദ്ധ സൗന്ദര്യം സഹിക്കാതെ ചെന്നായയുടെ മട്ടിൽ അമൃതാനന്ദമയ വിറക്കും കവീന്ദ്രനോടലറി നിരൂപകൻ സംഹരിക്കും ഞാൻ നിന്നെ. ഘനകാനന കുന്ത പുഷ്പമായി വേഷം മാറി കനിവാൽ കവിയോതി സംഹരിച്ചുകൊള്ളുകന്നെ. ഒരു ദാരുണ ഝഞ്ചാമാരുതനായി ഉഗ്രമലറി നിരൂപകൻ ഞാൻ നിന്റെ തല കൊയ്യും. ഉടനുന്നത സഹ്യശൈലപ്പൂം പറവയായി ഉതിർത്തു കവി ഗാനമെൻ തല കൊയ്യാമല്ലോ. എൻ തല കൊയ്യാമല്ലോ അല്ലേ? അത് ശരി. ഓതിനാനിളം പക്ഷി വേട്ടയ്ക്കു മുതിർന്നവൻ വ്യാധനായി ശരം തൊടുത്തെയ്തു വീഴ്ത്തും ഞാൻ നിന്നെ. കരയെ പാട്ടുപാടി ഉണർത്തും കടലിന്റെ തിരയായി കവി പാടി എയ്തു വീഴ്ത്തിക്കൊള്ളുന്നെ. ചൊല്ലിനാൻ
ബടഭാഗ്യരൂപനായി കവേ നില്ലട നിന്നെ കൊടും ദംഷ്ട്രയിൽ കുത്തിക്കോർക്കും പുഞ്ചിരി ചൊരിഞ്ഞോതി മേഘമായി പൊങ്ങും കവി എന്നെ നിന്ദ്രം ദംഷ്ട്രയ്ക്കൊരു പൊൻചിലമ്പാക്കാമല്ലോ. ഭയങ്കര കുസ്തിയാണല്ലോ. ദുർദമനിതാഘോഷ്ടരൂപനായി നിരൂപകൻ ഗർജിച്ചു വിട നിന്നെ അടിച്ചു തുന്നം പാറ്റും ഉയരും ഒരു ബാലഭാസ്കര തങ്കത്തേരിൽ കയറി ചൊല്ലി കവി അടിച്ചു തുന്നം പാറ്റാം കേതുവായി നിരൂപകൻ അഭ്രമൂലയിൽ നിന്നു മോദിന തവതൃപ്തമണ്ഡലം ഗ്രസിക്കും ഞാൻ സ്ഫുരിച്ച ശരചന്ദ്രചക്രമധ്യകനായി ചിരിച്ചു കവി ചൊല്ലി ഗ്രസിക്കാമിനി എന്നെ മിഴിയിൽ തീയാളുന്ന രാഘുവായി നിരൂപകനിഴഞ്ഞു ചീറ്റി വീണ്ടും ഇനി ഞാൻ വിടാ നിന്നെ പാഴ്വിഷപള്ളി ചാടിപ്പിടിക്കത്തടിത്തുപോൽ ഭാവനാരൂപൻ കവി പറന്നു മറഞ്ഞുടൻ സ്മേരനിത്യതാ ധ്രുവതാരത്തിൻ മണിത്തങ്കത്താരണിമച്ചിൽ പറ്റിച്ചിരിച്ചു ചിരിച്ചോതി ഉടലിലുയിർ പോലെ മലരിൽ മണം പോലെ കടലിലല പോലെ വേണുവിന്നാദം പോലെ ഉടലിലുയിർ പോലെ മലരിൽ മണം പോലെ കടലിലല പോലെ വേണുവിൽ നാദം പോലെ തകൃതി തായാട്ടാടും കായാമ്പു നിറമൊത്ത പ്രകൃതി മറയ്ക്കുള്ളിൽ ഒളിച്ചു കളിക്കും ഞാൻ മേഘമേചകക്കാട്ടിൽ ഭൂമിയാം പശുവിനെ മേച്ചുകൊണ്ടെന്നും വേണുനാളികയൂതുന്ന ഞാൻ ഈ മഹാർണവമൊരു തേൻകടലാക്കും മണിത്താമര ചെറുതോണി തുഴഞ്ഞു കളിക്കും ഞാൻ ആനന്ദരസം തേച്ച വിശ്വദർപ്പണത്തിങ്കലാത്മാവിൽ മുഖം കണ്ടു തനിയേ ചിരിക്കും ഞാൻ സച്ചിദാനന്ദ തേജശ്ചന്ദന വിലേപനായി വിസ്തൃത ഗഗനമായി വിശ്വത്തെ തഴുകും ഞാൻ പൊങ്ങുമീ അലകളിൽ താമരയില പോലെ മുങ്ങാതെ കിടക്കുന്ന ഞാൻ ആരെന്നറിയാമോ പവിത്ര പ്രണവത്തിൻ മൂലമന്ത്രത്താൽ ചത്ത ശവത്തെ ജീവിപ്പിക്കും ഞാൻ ആരെന്നറിയാമോ ഒളിക്കാതോതാമിങ്ങു തെല്ലിടൈ നാടകം കളിക്കുമെനിക്കുമീ ഞാൻ ആരെന്നറിവില്ല ഒളിക്കാതോതാമിങ്ങു തെല്ലിടൈ നാടകം കളിക്കുമെനിക്കുമീ ഞാൻ ആരെന്നറിവില്ല ഒന്നറിയോമി സത്യഗായക കവി തന്നെ നിന്നകത്തിരിക്കുന്ന സൗന്ദര്യ നിരൂപകൻ സത്യമി സമഭാവമോർക്കാതെ കവിത്വത്തെ സംഹരിച്ചെന്നാൽ സ്വയം സംഹൃതൻ നിരൂപകൻ. നല്ല ഒരു ദേശഭാവത്തോടെ കാണുന്നുണ്ട് ഈ ഒരു കവിത. ഇൻട്രഡക്ഷൻ പറ്റും വായിക്കണ്ടായിരുന്നു സമയം ഉണ്ടെങ്കിൽ വായിക്കാൻ പറ്റും. തിരുവമ്പാടി കവിത തൃശൂർ കേരള സാഹിത്യ സംസ്കാര കേന്ദ്ര ശരിയായ കാലം മംഗളോദയം മുണ്ടശ്ശേരി ചങ്ങമ്പുഴ മുതൽ പേരുടെ ഭരണകാലം. എതിരാളികൾ വന്നു പറഞ്ഞു മുണ്ടശ്ശേരി ഒന്ന് കാച്ചി ഒരു ഉഗ്രൻ കവിത കൊടുത്തു. നാലുകെട്ടിലെ രക്തമണ്ഡലി തുടർന്ന് പടവിളിയുണ്ടായി, പെരുമ്പടയുണ്ടായി. കുട്ടിക്കൃഷ്ണമാരും വലന്തല കൊട്ടി. നിരൂപകന്മാർക്ക് ഒന്നടക്കം ഓണപ്പുടവ് കൊടുത്തു മുണ്ടശ്ശേരി. ജ്യേഷ്ഠ സഹോദരൻ ചൊരിഞ്ഞ പ്രിയങ്കരനായ മുണ്ടശ്ശേരി എല്ലാം മറന്ന് കാഞ്ഞങ്ങാട്ട് ഷഷ്ടിപൂർത്തി ഉത്സവത്തിന് വന്നു. ആ സ്നേഹനിധി പറഞ്ഞു കുഞ്ഞിരാൻ നായരുടെ അമ്മയെ കാണണം. വീട്ടിൽ വന്നു, അമ്മയെ കണ്ടുവന്നിച്ചു. ഗംഭീരമായ ആശംസാ പ്രസംഗം വർഷിച്ചു. അന്ത്യനാളിലൊന്നിൽ തൃശ്ശൂര് വീട്ടിൽ ചെന്ന് കണ്ടു. ആളെ അറിഞ്ഞു, കരഞ്ഞു കെട്ടിപ്പിടിച്ചു. കരൽ നൊന്ത് അന്തിമാഭിവാദ്യം അർപ്പിച്ചു മുണ്ടശ്ശേരി. മലരും മധുരക്കടലുമായ മുണ്ടശ്ശേരി. അങ്ങനെയാണ് കവി നിരൂപകരെ കുറിച്ചുള്ള ഈ ഒരു കാര്യം ഇവിടെ തലക്കെട്ടിൽ പറയുന്നത്. ഏതായാലും അടുത്ത കവിതയുമായി നമസ്കാരം.